എന്തുവാടി ദോശയുടെ കുത്തമ്പിനാറോ? ആ കുത്തമ്പിനാറൊക്കെ ആയെന്ന് വരും. അതെ, അപ്പച്ചി പോയപ്പോ തന്നെ ഇവിടത്തെ എല്ലാ പണി എന്റെ തലയെ കൊണ്ട് ഇട്ട് തന്നല്ലേ. സന്തോഷമുണ്ട് കേട്ടോ. എടി, ഇതൊരു നല്ല അവസരമായിട്ട് കരുതണം. അവസരം? ആ, നിനക്ക് ഈ പണിയൊക്കെ പഠിക്കാൻ പറ്റില്ലയോ, പാചകം? നിങ്ങളെ ഇത്രയും വലിയ അവസരം തന്നപ്പോ ഒരു കാര്യം അങ്ങ് മറന്നുപോയി. എന്തോ കാര്യം? ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ്. എന്താന്നോ? എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. എന്ത് എന്ത് തൊണ്ടേ കുടുങ്ങിയോ? ഓ, പഠിത്തത്തോടൊപ്പം പാചകവും നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകണം. അതെനിക്ക് പറ്റൂല, ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതെന്താ പറ്റാത്തത്? പറ്റൂല എടി, ഇത് നമ്മുടെ ജീവിതത്തില് ഒഴിച്ചുകൂടാൻ പറ്റാത്ത രണ്ട് സാധനങ്ങളാണ് പഠനവും പാചകവും. അത് പറഞ്ഞപ്പോഴാണ് ഇന്ന് ഉച്ചയ്ക്ക് ഒഴിച്ചു കൂട്ടാനായിട്ട് മോര് കറി മതിയോ? മോര് കറി എന്നും ഉണ്ടാക്കുന്നതല്ലേ, എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് കാളൻ ഉണ്ടാക്കുക. കാളയും പോത്തൊന്നും എന്റെ ഇല്ല. കുറച്ച് കരിയേപ്പില ഉള്ളി എല്ലാം കൂടെ ചതച്ചിട്ട് മോര് കറി ഉണ്ടാക്കിയിട്ടുണ്ട്, അത് വെച്ച് തിന്നാൽ. എന്തൊക്കെ പറഞ്ഞാലും മോളെ, മോസ്തി പറയാൻ നീ വിചാരിക്കരുത്. എന്താ? നീ ഉണ്ടാക്കുന്ന ആഹാരത്തിനുണ്ടല്ലോ അപാര ടേസ്റ്റ്. ആണോ? ആ, പിന്നെ നീ ചുമ്മാ ഒരു മുളക് ഒന്നുടച്ചാ എന്തൊരു സ്വാദ അടിയത്. എന്നെ പൊക്കി പറയുന്നില്ലല്ലോ. എന്തിനാ എന്നെ പൊക്കി പറയുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ എനിക്ക്? എന്നാ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് നല്ല സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കാം. ഇതെന്ത് പാടി നീ ചൂടുന്ന ദോശക്ക് ഇത്ര കനവെന്തിനാ? കനമാണോ? ഇത് മുറിക്കാൻ വാള് വേണമല്ലോ. എന്നല്ല ദോശയുണ്ട്, നല്ല പേപ്പർ പോലെ ഇരിക്കണം ദോശ. കനം കുറച്ച് ഉണ്ടാക്കാം. അല്ല, പിന്നെ ഞാൻ പറഞ്ഞുതരാം, നീ ഉണ്ടാക്ക. ഞാൻ പറഞ്ഞുതരാം, നീ ഉണ്ടാക്ക. എടുക്ക ഒരു മുക്കാൽ, ഒരു ഫുള്ള് വേണ്ട, ഒരു മുക്കാല് അത്ര മതി. ആ നടുക്കോട്ട് ഒഴിക്ക്. ഒഴിച്ചിട്ട് നമ്മൾ ഈ പാത്രം എടുത്ത് ഇങ്ങനെ കറക്കണം. പാത്രം എടുത്തോ അല്ലെങ്കിൽ വരട്ടെ കറങ്ങട്ടെ, നല്ലൊരു കറങ്ങി വരട്ടെ. പേപ്പർ പോലെ പറ്റണം. നടിച്ചിരിക്കുന്നൂടെ ശരിയാക്കും. ഇനി കുറച്ചുകൂടെ. നല്ലപോലെ കുറച്ചുകൂടെ. എന്നിട്ട് ചട്ടുപെടുത്ത് അവനൊന്ന് മൊരിയട്ടെ. ഒന്ന് മൊരിഞ്ഞു കഴിയുമ്പം അവനെ മറിച്ചിട്ടിട്ട് പിടിച്ചടിയിൽ നല്ല ഇളക്ക് നീ. സാരമില്ല, അതൊരു ടേസ്റ്റ് അടി അടിക്ക് പിടിക്കുന്നത്. നീ കരിഞ്ഞത് മാമൻ തന്നാതെ. തിരിച്ചിട്ട് ഇപ്പുറത്തോട്. ഓ, ടെൻഷടിപ്പിക്കല്ലേ. തിരിച്ചിട. ഇതൊന്നും അറിഞ്ഞ് തിരിച്ച് അവന് ഇച്ചിരി ഒന്ന് മുരിയണം. മുരിഞ്ഞിട്ട് നമ്മൾ ഈ സാധനം എടുത്ത് ചമ്മന്തി ഉണ്ടാക്കി. അയ്യേ, മിക്സിയിലടിച്ച ചമ്മന്തിയോ? ഇത് ആർക്ക് വേണം? ഇങ്ങനൊന്നും അല്ല ഉണ്ടാക്കേണ്ടത്. അതായത് ചമ്മന്തി എന്ന് പറഞ്ഞാൽ നമ്മള് കൈകൊണ്ട് തന്നെ തേങ്ങ അരിമണം. കൈകൊണ്ട് തന്നെ തേങ്ങ അരിമിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ ഉള്ളി തുലിക്കണം. എന്നിട്ട് കൈകൊണ്ട് തന്നെ മുളക് നമ്മൾ ചുടണം. മുളക് ചുട്ടിട്ട് ഇതെല്ലാം കൂടെ നമ്മുടെ അമ്മിക്കല്ലിൽ അരയ്ക്കണം. അരച്ചിട്ട് അവനെല്ലാം ഇച്ചിരി ഉപ്പും ഒക്കെ ഇട്ട് അതിനെല്ലാം കൂടി ഇങ്ങോട്ട് വടിച്ചൊരു പാത്രത്തിൽ വെച്ചിട്ട് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇവരെ ഒന്ന് ചൂടാക്കണം. എന്നിട്ടൊന്ന് കടുക് പൊട്ടിക്കണം. ഒരു ഇച്ചിര കറിവേപ്പില കൂടി ഇട്ട് എടുത്തിട്ട് ഇതുപോലത്തെ ഈ പേപ്പർ റോസ്റ്റ് ദോശയില്ലേ, അവൻ്റെ ഒരു സാധനം പൊട്ടിച്ച് ആ ചമ്മന്തിയിലോട്ടൊന്ന് മുക്കി അവനെ അങ്ങോട്ട് വായിലോട്ട് വെച്ചിട്ട് ചവച്ചങ്ങോട്ട് കഴിക്കണം. അതിന്റെ ടേസ്റ്റ് ഒരു പ്രത്യേകതയാ മോളെ. അതുകൊണ്ട് മാമന്റെ മോൾ അപ്പുറത്ത് ചെന്ന് മാമൻ പറഞ്ഞതിന്റെ കൂട്ട് ചമ്മന്തി അരകല്ലേൽ അരച്ച് കടുക് വറുത്ത് കൊണ്ടുപോടി. അതിനിടയിൽ ദാണ്ടെ പേപ്പർ റോസ്റ്റ് ആയിട്ട് ഒരു 4 ദോശ കൂടി ചുട്ടേക്കണം. മാമനിപ്പോ വരും. ചെല്ല്.